കുറേ നാളുകളായി പശ്ചിമേഷ്യയിൽ സംഘർഷത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. ഓരോ ദിവസവും ആശങ്കയുയർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്ക സൈനിക വിന്യാസം നടത്തുന്നതിൻ്റെ വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതിനിടയിൽ അമേരിക്കയെ പോലും അമ്പരപ്പിച്ച വളരെ നിർണായകമായൊരു റിപ്പോർട്ട് പുറത്തു വന്നു. അമേരിക്കൻ പടക്കപ്പൽ വ്യൂഹത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇറാനിലെ മാധ്യമങ്ങളാണ് അമേരിക്കയുടെ സൈനിക വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത്. അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കനൊപ്പം 3 പടക്കപ്പലുകൾ കൂടി അമേരിക്ക വിന്യസിച്ചതായാണ് ഇറാൻ പുറത്തുവിട്ടത്. ഇതിനൊപ്പം 12 കപ്പലുകൾ കൂടി ചബഹാർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ അകലെ നിലകൊള്ളുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഒരു ഡ്രോൺ USS എബ്രഹാം ലിങ്കൺ വെടിവെച്ചിട്ടിരുന്നു. ഇറാൻ അയച്ച ഈ ഡ്രോണുകളാണ് അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അമേരിക്കൻ യുദ്ധക്കപ്പലിലേക്ക് നിരീക്ഷണ ഡ്രോണുകൾ അയച്ചെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. ഡ്രോണുകളിലൊന്നിനെ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഡ്രോണുകൾ അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US പടക്കപ്പൽ USS എബ്രഹാം ലിങ്കണാണ് ഇറാൻ്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. ഡ്രോൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെയാണ് സമീപിച്ചത്. ഇതാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അവകാശപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് അറബിക്കടലിൽ വെച്ച് ഇറാൻ്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. കപ്പലിലെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും US സൈനിക വക്താവ് വ്യക്തമാക്കി. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ വിവരങ്ങളും പുറത്തു വന്നു. ഇറാൻ്റെ ഷാഹിദ് 139 ഡ്രോണിനെ അത്യാധുനിക F-35C യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടത്. ഇറാൻ്റെ ഒരു ഷാഹദ് ഡ്രോണിന് 42 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഡ്രോണിനെ വെടിവെച്ചിടാൻ ഉപയോഗിക്കുന്ന മിസൈലിന് ഏതാണ്ട് $4 ലക്ഷം, അതായത് 3 കോടി രൂപയോളം വില വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 42 ലക്ഷം രൂപ വിലയുള്ള ഇറാൻ്റെ ഡ്രോണിനെ തകർക്കാൻ US-ന് ചെലവാക്കേണ്ടി വന്നത് ഏകദേശം 3 കോടി രൂപയോളമാണ്. ഒറ്റ S-35C യുദ്ധവിമാനം വാങ്ങുന്ന പണം കൊണ്ട് 2000-ലധികം ഷാഹിദ് ഡ്രോണുകൾ ഇറാന് നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു കണക്ക്. അതായത് F-35C യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് 850 കോടി രൂപയോളമാണ്. ഷാഹദ് 139 ഡ്രോണുകൾ നിർമ്മിച്ചെടുക്കാൻ ഇറാന് വെറും 25 മുതൽ 42 ലക്ഷം രൂപ വരെ മതിയാകും. മാത്രമല്ല ഈ ഡ്രോണുകൾ US-ന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാൻ ചെലവ് കുറഞ്ഞ പ്രതിരോധ തന്ത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ US-ന് യുദ്ധം വലിയ ചെലവേറിയതാണ്. അതായത് ഇറാനെ ആക്രമിക്കാൻ ട്രംപിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നർത്ഥം.